ഇത് ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. 3 തരം കാർഡൊന്നും അവർക്ക് വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. തേർഡ് പാർട്ടിയോ നിങ്ങളോ ഒന്നും അതിൽ പെടുന്നില്ല. എന്നാൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി കാർഡ് വന്നാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല, പറയും. അപ്പം നല്ല റീഡിങ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാനിവിടെ പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്ന. നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് താഴെ കമൻ്റ് ഇടൂ. ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ കാണാനിരിക്കുന്നവരെക്കാൾ കൂടുതൽ ടാരോ റീഡർമാരായതുകൊണ്ടായിരിക്കുക ചാനലുകൾ പലതും ഡൗണായി വരുന്നുണ്ട്, എൻ്റെ മാത്രമല്ല. അപ്പം നിങ്ങൾ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ഹൈപ്പിലൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. ഇന്നത്തെ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രപഞ്ചം തരുന്ന മെസ്സേജുകൾ എന്ന് നോക്കാം. ഈ 2 കാർഡാണ് എടുക്കുന്നത് കേട്ടോ. കിങ് ബാൻഡാണ് വന്നിരിക്കുന്നത്. ഭയങ്കര അഹങ്കാരിയാണ്. 4 ഓഫ് പെൻറ്റക്കിളാണ്. ഭയങ്കര സ്വാർത്ഥമായ പ്രണയമാണ്. എപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളോട് ശല്യമായിട്ട് തോന്നുന്നുണ്ട്, വൈരാഗ്യം തോന്നുന്നുണ്ട്. എംപ്രസ് തിരിഞ്ഞു വന്നതല്ല, ഷഫിൾ ചെയ്യുമ്പോൾ അങ്ങനെ ആയിപ്പോയതാ. 3 സൂട്ട്സ്, എംപ്രസ്, ഇത് രണ്ടും വന്നു. ലിയോ വന്നു. 8 വാണ്ട് വന്നു. 5 പെൻറ്റക്കൾ വന്നു. നമ്മുടെ പഴയ റീഡിംഗ് ആയതുകൊണ്ട് നക്ഷത്രം പറയണേ. കാർത്തിക, ഉത്രം, ഉത്രാടം, അശ്വതി, മകം, മൂലം, തിരുവാതിര, ചോതി, ചതയം. ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ. നമ്പർ 13 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 5 2 തവണ വന്നിട്ടുണ്ട്, 8ഉം 2 തവണ വന്നിട്ടുണ്ട്, 6ഉം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ കിങ് വാണ്ടിലേക്ക് പോവാം. ഇത് പറയുന്നത് ആ വ്യക്തി കുറച്ച് ബോൾഡായ ആളാണ്. പ്രണയമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളാണ്. സാധാരണ ഒരാളെ വീഴ്ത്തണമെങ്കിൽ ധാരാളം പ്രണയം പ്രകടിപ്പിക്കും, എന്നാൽ അത് ഉള്ളിലുണ്ടാവില്ല. ഇത് നേരെ തിരിച്ചാണ്. മനസ്സിൽ സ്നേഹമുണ്ട്, എന്നാൽ ഈഗോ കൂടുതലാണ്. എന്തൊരു കാര്യത്തിനും നിങ്ങൾ കാല് പിടിക്കാൻ പോകണം. നിങ്ങൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അത് സ്നേഹക്കുറവല്ല, സ്നേഹം ധാരാളമാണ് ഇവിടെ. കാരണം 4 ഓഫ് പെൻറ്റക്കിളാണല്ലോ വന്നിരിക്കുന്നത്. ചേർത്ത് പിടിച്ച് കൊല്ലുന്ന പ്രണയമുള്ള ആളാണ്. എന്നാൽ അസൂയ കലർന്ന നിയന്ത്രണം കൂടുതലാണ്. ഈ വ്യക്തിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സ്വഭാവം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു വെറുപ്പ് തോന്നും. കാരണം സ്നേഹമല്ല കൂടുതൽ തരുന്നത്, നിയന്ത്രണങ്ങളാണ്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അവരോട് സംസാരിക്കരുത്, ഇങ്ങനെയുള്ള കൺട്രോൾ ഇഷ്യൂ ധാരാളമുണ്ട്. അസൂയ കലർന്ന പ്രണയം, നിയന്ത്രിക്കൽ, ഇതൊക്കെയാണ് പറയുന്നത്. രാജാവ് പറയുന്നത് ഒരു മെസ്സേജ് അയക്കില്ല എന്നാണ്. മെസ്സേജ് അയക്കാത്ത രാജാവാണ് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത്. മറുപടി തരില്ല. നിങ്ങൾ എന്തയച്ചാലും കണ്ടഭാവം നടിക്കൂല, അതിനൊരു മറുപടി തരൂല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പ്രണയത്തിലായെന്നാണ് എൻ്റെ സംശയം. ഈ രാജാവിന് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കാരണം ഈ രാജാവ് വല്ല കല്ല് പോലെ ഇരിക്കുന്ന ആളാണ്. ഒട്ടും തന്നെ സ്നേഹം തരില്ല. അപ്പോൾ സാധാരണ അഭിനയിച്ച് തകർക്കുന്നവരുടെ ഇടയിൽ വ്യത്യസ്തനായൊരു രാജാവിനെയാണ് നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആളുള്ളിൽ സ്നേഹമുണ്ടെങ്കിലും ഒട്ടും തരാത്ത, കപട ഗൗരവം നടിക്കുന്ന, നിങ്ങളെ ഭയങ്കരമായി ചോദ്യം ചെയ്യുന്ന, ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളാണെങ്കിൽ ഓവർ ആക്ടിങ് ആവും പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ചിലരൊക്കെ താഴെ കമൻ്റ് ഇടാറുണ്ടേ, മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ തന്നാലേ നമ്മൾ അറിയുന്നൊക്കെ. ശരിയാണ്, കുറച്ചെങ്കിലും നിങ്ങളോട് അത് പ്രകടിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ കല്ലുപോലെ ഇരിക്കുന്ന ഈ രാജാവ് തരും തോന്നുന്നില്ല. ആ വ്യക്തി ജീവനിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അതൊട്ടും തന്നെ നിങ്ങൾക്ക് തരുന്നില്ല. ഇത് അധികം പുറത്തേക്ക് വരുമ്പോഴേക്കും നിയന്ത്രണങ്ങളായി അല്ലെങ്കിൽ വഴക്കായി മാറുകയാണ്. ഈ സ്നേഹം ശബ്ദത്തിലൂടെ വരുമ്പോൾ ചോദ്യം ചെയ്യലായി മാറുകയാണ്. ഇതാണ് പുള്ളിയുടെ ഒരു സ്വഭാവം. തീർച്ചയായിട്ടും ഇതൊരു പുരുഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ടോറസ് ആണ് നിൽക്കുന്നത്, മേഷരാശിയാണ്. മേഷരാശി എന്ന് പറഞ്ഞാൽ രാമൻ എന്നാണ്. രാമൻ വളരെ സൗമ്യനായ വ്യക്തിയാണ്. എന്നാൽ ഇവിടുത്തെ രാജാവ് രാമനുമായിട്ട് പുലബന്ധം പോലും ഇല്ല. ഭയങ്കര തണ്ടുള്ള കരിങ്കല്ലെന്ന് പറഞ്ഞാൽ
അയാളുടെ അഹങ്കാരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയാളുടെ സ്വന്തം ഈഗോയെയാണ് കാണിക്കുന്നത്. ഇനി അയാളുടെ കയ്യിലൊരു കിരീടവും ചെങ്കോലൊക്കെ ഉണ്ട്, ഇതിൽ വരച്ചിട്ടില്ലെങ്കിലും രാജാവാണല്ലോ, അത് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ചെങ്കോലാണ്. കിരീടം എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള ആ അവകാശം, ആധിപത്യം, ഇതൊക്കെയാണ് പറയുന്നത്. ഇനി ഈ രാജാവിന് 2 കൂട്ടുകാരുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പഴയ ടാരോയിലാണ് അതൊക്കെ വരച്ചിരിക്കുന്നത്. 2 സലമാൻഡറുകളെ വരയ്ക്കും കിങ് വാണ്ടിൻ്റെ താഴെ. അത് എന്ന് പറഞ്ഞാൽ അവറ്റങ്ങൾ സ്വന്തം വാല് കടിച്ച് തിന്നുന്ന സാധനങ്ങളാണ്. അതിനർത്ഥം ഈ വ്യക്തിക്ക് നെഗറ്റീവ് ചിന്തകളാണ് കൂടുതൽ ഉണ്ടാവുക എന്നാണ്, അല്ലാതെ പോസിറ്റീവായി ചിന്തിക്കില്ല. അതാണ് ഞാനാണ് വലിയത് എന്ന ഭാവം തന്നെ സ്നേഹത്തിൽ വില്ലനാണ്. ഈ രാജാവ് സാധു ദുഷ്ടൻ്റെ ബലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധുവാണ്, നിങ്ങളെ അങ്ങേയറ്റം സ്നേഹമാണ്, പക്ഷെ ദുഷ്ടൻ്റെ ബലാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവനിലേക്ക് ചേർത്ത് വെച്ചാലും അത് കൊല്ലാനാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഞെക്കി ഞെക്കിയിട്ട് ശ്വാസം മുട്ടുന്ന അല്ലെങ്കിൽ പ്രാണൻ പോകുന്ന അവസ്ഥയിലാണ് നിങ്ങൾ. ഇത് അമിതമായ കൺട്രോൾ ഇഷ്യൂവിനെയാണ് ടോറസ് പറയുന്നത്. അതും മെരിങ്ങാത്ത അഹങ്കാരം തന്നെയാണ് കാണിക്കുന്നത്. ടോറസ് എന്ന് പറഞ്ഞാൽ ഋഷഭം, മേഷരാശി എന്ന് പറഞ്ഞാൽ അതും ആ താൻപോര്യമുള്ള രാജാവിനെയാണ് കാണിക്കുന്നത്. യുദ്ധത്തിൻ്റെ ദേവനാണ് മേഷരാശിയിൽ വരുന്നത്. ആരസാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ടോറസ് വന്നു കഴിഞ്ഞാൽ ഋഷഭം, കാള. അപ്പോൾ നമ്മൾ ഒരു കാളയെ പെട്ടെന്ന് മെരിക്കാൻ പറ്റുമോ? അതിനെ ഒരു തഞ്ചോ തരമൊക്കെ ആയി മൂക്ക് കയറിട്ട് കൊമ്പ് കൂടെയൊക്കെ കയറിട്ട് അങ്ങനെ ഒരു വരുതിക്ക് കൊണ്ടുവരാൻ, അപ്പോഴും അതിൻ്റെ കാലുകൊണ്ട് അത് തൊഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ 7 അയലത്ത് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ മേഷരാശി ആരസും ടോറസും കൂടി പറയുന്നത്, നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രണയം വേണമെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ വിവാഹം ചെയ്തതായിരിക്കാം, ഭാര്യയായിരിക്കാം. ഇവിടെ ഭർത്താവാണ് വന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ് യാതൊരു അനുകൂലവും ഇല്ലാത്തത്. അതിന് കാരണമായിട്ട് പറയുന്നത് എന്തെങ്കിലും ഒരു പഴയ പ്രണയമോ ഒരു നഷ്ടപ്രണയമൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മ, അത് നിങ്ങളെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുറവ് തോന്നിയിരിക്കാം. കാരണം ഇവിടെ 3 സോർട്സ് വന്നിട്ടുണ്ട്. അപ്പം ജീവനിലേക്ക് ചേർത്ത് വെച്ച പ്രണയം നിങ്ങളോടാണോ അതോ തേർഡ് പാർട്ടിയോടാണോ എന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പുറംതിരിഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കറിയാം ആ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി ഉള്ളത് കാരണമാണോ നിങ്ങളെങ്ങനെ അവോയ്ഡ് ചെയ്ത് പെരുമാറി കൺട്രോൾ ഇഷ്യൂ മാത്രമായി ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഒരു ജയിൽ പോലെയായി മാറുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. നെഗറ്റീവും പറഞ്ഞിരുന്നു ചില ആൾക്കാർ. അപ്പോൾ അയാൾക്ക് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ, അത് ഇപ്പം ഇല്ല കേട്ടോ, അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ അവരെ പോലെയല്ല ഇവരെ എന്നിങ്ങനെ മനസ്സെന്നുള്ള ഒരു കുരങ്ങനുണ്ടല്ലോ, മനസ്സൊരു കുരങ്ങനെ പോലെയാണ്. അത് നമ്മൾക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെടില്ല, അടുത്ത കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഈ വ്യക്തി മാറി മാറി മറ്റുള്ളവരുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്നല്ല പറഞ്ഞതിനർത്ഥം. എന്നോ ഒരിക്കൽ ഇയാളുടെ ലോലമായ ഭാവങ്ങളുള്ള സമയത്ത്, ഇപ്പം അയാൾ ഭയങ്കര കഠിന ഹൃദയന, ഇരുമ്പ് പോലുള്ള ആളെയാണ് നമുക്ക് കാണിക്കുന്നത്, അയൺമാൻ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി മുൻപ് എപ്പോഴോ ഒരു സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. ആ പ്രണയത്തിന് ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് ഈ സലമാൻഡറുകൾ എന്ന് പറഞ്ഞാൽ. പണ്ടെന്നോ അയാൾക്ക് ഇഷ്ടമായൊരു പ്രണയമുണ്ടായിരുന്നു, ഒരു മുഖമുണ്ടായിരുന്നു. അതുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് നിങ്ങളും അതുമായിട്ട് ഒത്തുപോകുന്നുണ്ടാവില്ല. പാടിയ പാട്ട് മധുരം, പാടാത്തത് അതിമധുരം എന്നാണല്ലോ. ഈ വ്യക്തിയുടെ സ്വഭാവം ഇത് തന്നെ ആയിരിക്കും. ഇനി മുൻപത്തെ പ്രണയമായാലും ഇപ്പോഴത്തെ പ്രണയമായാലും ഇയാളെ മാറ്റാനൊന്നും പറ്റില്ല. എങ്കിലും നമ്മൾക്ക് തോന്നും അതായിരുന്നു ഇതിലും ഭേദമെന്ന്. ഇത് നിങ്ങൾക്കും തോന്നും. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാർക്കശ്യ സ്വഭാവങ്ങൾ കാണുമ്പോൾ ഈ വ്യക്തിയേക്കാൾ എനിക്ക് പഴയൊരു പ്രണയം ഉണ്ടായിരുന്നതായിരുന്നു ഭേദം എന്ന് തോന്നും. എല്ലാവർക്കും പല പ്രണയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കമ്പയർ ചെയ്യുന്നുണ്ട് എന്നാണ് 3 സോർട്സ് പറയുന്നത്. ഒരു ലോസ്റ്റ് ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളോട് പ്രണയമുള്ള വ്യക്തി ഉണ്ടാവാം. നമ്മളോട് താല്പര്യത്തോടു കൂടി സംസാരിക്കുക, നമ്മളോട് കൂടുതൽ ശ്രദ്ധ ഉള്ള ഒരാളുണ്ടാവുക. അങ്ങനത്തെ ഒരാളെ നമ്മൾ എപ്പോഴും കാണുകയാണെങ്കിൽ വിചാരിക്കും ഈ വ്യക്തിക്ക് എന്നോട് ഭയങ്കര താല്പര്യമുണ്ടോ, എൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയുണ്ടോ, അങ്ങനെയൊക്കെ തോന്നില്ലേ? അതാണ് കേട്ടോ ഞാൻ പ്രണയമാണ് എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മളെ തീരെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണോ,
നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്ന ഒരാളാണോ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക? അപ്പോൾ ഇതുപോലെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ആ പഴയ പ്രണയത്തിനെയും കൂടി അങ്ങ് തൂക്കി നോക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇനി അടുത്ത മെസ്സേജ് പറയാനുള്ളത്, എല്ലാ മെസ്സേജും ഞാൻ പറയുകയാണ്. 4 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ, പൊസസീവായ പ്രണയം, അത് നിങ്ങളുടെ ഭാഗത്താണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ രാജാവിന് മടുപ്പാണ് നിങ്ങളോട്, ശല്യമാണ് നിങ്ങൾ. അതാണ് 7 വാണ്ട് പറയുന്നത്. ആ സമയത്താണ് ഈ രാജാവ് അനങ്ങാണ്ടിരിക്കുന്നത്, അയൺമാനായിട്ട് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകെ പോയാൽ പറ്റില്ല, എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലും, ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇവിടെ തന്നെ ഇപ്പം ഞാൻ 3 മെസ്സേജ് പറഞ്ഞു. ഒന്ന്, ആ രാജാവിന് നിങ്ങളോട് അമിത സ്നേഹമാണ്, ഇരുമ്പ് മനുഷ്യൻ്റെ പോലെയാണ്, ഒരു തുള്ളി പുറത്തേക്ക് തരില്ല, സ്വന്തം തലച്ചോറ് തിന്നുന്ന സലമാൻഡറുകളുടെ പുറത്ത്, അഹങ്കാരത്തിൻ്റെ പുറത്ത്, അധികാരത്തിൻ്റെ പുറത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഈഗോയാണ് അയാളെ ഭരിക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണെങ്കിൽ അങ്ങേയറ്റം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരില്ല. രണ്ടാമത്തെ വിഭാഗമാണെങ്കിൽ അയാൾക്കൊരു ലോസ്റ്റ് ലവ് ഉണ്ട്, അവരെയും നിങ്ങളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യമാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് അയാളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ മെല്ലെ സ്നേഹം തരാതായി. ഇതിൽ ഏത് അനുഭവമാണെങ്കിലും നിങ്ങൾ അതുപോലെ എടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് മെസ്സേജുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ പോസിറ്റീവേ ഇല്ല. 3 ടൈപ്പ് മനുഷ്യന്മാരാണെങ്കിലും നെഗറ്റീവ് തന്നെയാണ്. അവനവന് സ്നേഹമുണ്ട്, പക്ഷെ അവനവൻ്റെ തന്നെ ഈഗോ കാരണം സ്നേഹം കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ്. ഇനി അവനവൻ്റെ മുന്നിലൊരു സ്നേഹം യാചിക്കുന്ന ഒരാളുണ്ട്, സ്നേഹം തരുന്ന ഒരാളുണ്ടെങ്കിൽ അവരെയും പഴയ നഷ്ടമായൊരു പ്രണയത്തിനെയും കൂടി കമ്പയർ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ഇനി നിങ്ങൾ ആ വ്യക്തിയെ അമിതമായി കൺട്രോൾ ചെയ്തിട്ടാണ് ആ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, മരപ്പാവ് പോലെ പെരുമാറുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. അപ്പോൾ ഇത് 3 നെഗറ്റീവ് മെസ്സേജുകൾ തന്നെയാണ്. രാജാവിൻ്റെ അടുത്ത് തന്നെ എംപ്രസ് വന്നിട്ടുണ്ട്. എംപ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരാംവണ്ണമുള്ള ഭാര്യ എന്ന് പറയില്ല. ഭാര്യയ്ക്ക് വേണ്ടി വരുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ, ക്യൂൻ ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് വാണ്ട്, ക്യൂനാണ് വരിക, 9 പെൻറ്റക്കിൾ. അങ്ങനെ വൈഫിന് വേണ്ടി വരുന്ന കാർഡുകളെ വേറെയാണ്. ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ താല്പര്യമുള്ള ഒരു ലേഡി എന്നാണ്. അപ്പം നിങ്ങളുടെ ഭർത്താവായാലും നിങ്ങളുടെ കാമുകനായാലും ഇനി മറ്റൊരു കുടുംബമുള്ള ആളായാലും നിങ്ങളോടുള്ളത് ഒരേ ഒരു വികാരമാണ്, ഫിസിക്കൽ താല്പര്യമാണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത, ലൈംഗികത എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിന് താല്പര്യമുള്ള ആളെയാണ് രാജാവായിട്ടും, ഇപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾ അതിന് മാത്രം ഒരു ഉപഭോഗ വസ്തു, അതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളും ഭർത്താവുമാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാമുകനുമാണെന്ന് വയ്ക്കുക. അവർക്കൊരു കള്ളത്തരമുണ്ട്, അതൊരു തേർഡ് പാർട്ടിയാണ്, അവരുമായിട്ടൊരു ഫിസിക്കൽ ബന്ധമുണ്ട് എന്ന് പറയാതിരിക്കും യാതൊരു വഴിയില്ല. അപ്പം നെഗറ്റീവ് മെസ്സേജുകൾ തന്നു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് കുറവായിരിക്കും, വ്യൂ കുറവായിരിക്കും. പക്ഷെ ഞാനിവിടെ കാണുന്നതല്ലേ പറയണ്ടേ, അതല്ലേ എൻ്റെ ജോലി. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളോട് തന്നെ അയാൾക്കുള്ളത് ഫിസിക്കൽ താല്പര്യമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കും അയാൾക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടിയോട് ആ വ്യക്തിക്ക് ഫിസിക്കൽ താല്പര്യമുണ്ട്. അതാണ് 3 സോർട്സും എംപ്രസും കൂടി പറയുന്നത്. നിങ്ങൾക്കിടയിൽ മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട്, അത് എല്ലാ രീതിയിലുമുള്ള ബന്ധമാണ്. ഒരു പക്ഷേ നിങ്ങളും അയാളും കുടുംബമുള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. അപ്പോൾ ഫിസിക്കൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാവും. ഇല്ല എന്നായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ വിവാഹേതര ബന്ധമായിരിക്കും. അങ്ങനെയാവും നിങ്ങളുടെ സിമ്പതിയൊക്കെ അയാൾ വാങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രണയം പങ്കുപറ്റാനുള്ള മൂന്നാമത്തെ വ്യക്തി തന്നെയാണ്, പ്രണയിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ട്രയാങ്കിൾ ലവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുക, 3 പേരും 3 പേരെ സ്നേഹിക്കുക, അതാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വ്യക്തിയെ സ്നേഹിക്കുക. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, അവരുമായിട്ട് പ്രണയത്തിൽ ഒന്നുകിൽ പഴയകാല പ്രണയിനിയാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പം നിലവിൽ ഒരു പ്രണയിനിയുണ്ട്. അത് വൈഫാണോ നിങ്ങളാണോ വൈഫ്, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ സാഹചര്യം പോലെ. എന്തായാലും മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട്, ആ സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് എപ്പോഴും ദേഷ്യം, നിങ്ങളൊരു ശല്യമാണ്. ഇനി വന്നിരിക്കുന്നത് 7 വാണ്ടാണ്. നിങ്ങൾ പലപ്പോഴും പങ്കാളി വെല്ലുവിളിയായി മാറുകയാണ് എന്നാണ്. ഇത് കാമുകിയാവാം, അല്ലെങ്കിൽ ഭാര്യയാവാം, ഇപ്പുറത്തിരിക്കുന്ന ആരുമാവാം. അയാൾക്ക് ചില സമയത്തൊക്കെ വെല്ലുവിളിയായി മാറുകയാണ്. അപ്പോൾ അയാളിങ്ങനെ മരം പോലെ ഇരിക്കുകയാണ്, നിങ്ങളുമായിട്ട് യാതൊരു സഹകരണവും ഇല്ലാതെ ഇരിക്കുകയാണ്.
അയാളുടെ ഓർമ്മകളിൽ അയാളെ സ്നേഹിക്കുന്ന ഒരു പങ്കാളി ഉണ്ട്. അത് ഭാര്യയായ നിങ്ങളല്ല, വേറൊരാളായിരിക്കാം. അല്ല, കാമുകിയായ നിങ്ങളല്ല, ഭാര്യയായിരിക്കാം. അപ്പം നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെ എടുക്കാൻ പാടൂ ഈ മെസ്സേജ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനാണെങ്കിൽ അയാൾ സ്നേഹിക്കുന്നത് അയാളുടെ കുടുംബത്തിനെയാണ്, നിങ്ങളെ അല്ല. ഇനി നിങ്ങൾ ഭാര്യ തന്നെയാണെങ്കിൽ മറ്റൊരാളോട് അയാൾക്ക് ഇത്തിരി പഞ്ചാര ഉണ്ട്, അതാണ്. ഇപ്പുറത്തിരിക്കുന്ന ആൾക്കല്ല, വേറൊരാൾക്കാണ് അയാളുടെ സ്നേഹം കൊടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അയാൾ കാത്തിരിക്കുന്നതും സ്നേഹിക്കുന്നതും മറ്റൊരു വ്യക്തിയാണ്, തേർഡ് പാർട്ടിയാണ്. നിങ്ങളോട് വെറുപ്പാണ്. അതാണ് 7 വാണ്ട് വന്നിരിക്കുന്നത്. ഇത്തരം കാർഡുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതേ പറയാൻ പറ്റൂ. ഇനിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അനുജനായ 5 പെൻറ്റക്കിളാണ്. 5 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ അനാഥത്വം, അരക്ഷിതാവസ്ഥ എന്നാണ്. പങ്കാളിയെ നഷ്ടമാവുക എന്നാണ്. വേർപാടിൻ്റെ ഹൃദയവേദന, ദുഃഖം, കണ്ണീര്, ശിഥിലമാക്കപ്പെട്ട ബന്ധങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കിടയിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി ഇവിടെ മുഖം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു വിവാഹേതര ബന്ധത്തിലാണ്, ആ വ്യക്തിക്ക് കുടുംബമുണ്ട്, ആ വ്യക്തി നിങ്ങളുമായിട്ട് അടുക്കുമ്പോൾ എല്ലാ രീതിയിലും അടുത്തിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, എനിക്കെൻ്റെ ഭാര്യയിൽ നിന്ന്, ഇവിടെ അപ്പുറത്തിരിക്കുന്നത് പുരുഷനാണ് എന്ന് പറയുന്നത്, ഈ തണ്ടുള്ളത് പുരുഷനാണ്, എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, സ്നേഹം മാത്രമല്ല ശാരീരിക ബന്ധമില്ല, ഞങ്ങൾ 2 മുറിയിലാണ് കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ വളച്ച് നിങ്ങളെയൊക്കെ എല്ലാ രീതിയിലും ഉപയോഗിച്ചപ്പോൾ അയാൾക്ക് ഒടുക്കത്തെ സ്നേഹമായി കുടുംബത്തിനോട്. അങ്ങനെ അയാൾ നിങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ സമയത്ത് നിങ്ങൾ തൃശങ്കൂലായി. നിങ്ങളുടെ കുടുംബത്തിൽ മര്യാദയ്ക്ക് ജീവിച്ച് വരുന്ന നിങ്ങളെ പ്രലോഭിപ്പിച്ച് അയാളുടെ വശത്തേക്കാക്കി, അയാളുടെ എല്ലാ രീതിയിലുള്ള അടുപ്പത്തിലേക്കൊക്കെ നിങ്ങൾ നിന്നു കൊടുത്തു. മാനസികമായി മുഴുവൻ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ പതിയെ പതിയെ പിൻവാങ്ങാൻ തുടങ്ങി. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നിങ്ങളുടെ ഈ പോസസീവായ സ്നേഹം അയാൾക്ക് പേടിയാവാൻ തുടങ്ങി. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുമ്പോൾ നിങ്ങളുടെ സാഹചര്യം ഒന്ന് ചിന്തിക്കാം. അതിനൊന്നും അധികം വാല്യൂ ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മുജന്മ ബന്ധമാണ്, സോൾമേറ്റാണ്, ടിൻ ഫ്ലെയിം ആണ്, അടർത്തി മാറ്റാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനത്തെ കാർഡുകളുണ്ട്. പക്ഷെ ഈ കാണുന്നവരും ഈ ടാരോ കാണുന്നവരും മുഴുവൻ സോൾമേറ്റാണോ? അല്ല, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നവരാണ്. നിങ്ങളെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ പങ്കാളികൾ, നിങ്ങൾ കാത്തിരിക്കുന്ന പങ്കാളികൾ 90% അങ്ങനെയായിരിക്കും. ഈ വിവാഹേതര ബന്ധങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി വിവാഹം കഴിഞ്ഞവരാണ്, ചിലപ്പോൾ ഭർത്താവ് സ്നേഹം തരാത്തവരും ഇതുപോലുള്ള കാര്യങ്ങൾ കാണും. തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ട്. ഇനി 6 കപ്പാണ്, അത് ഞാൻ പറഞ്ഞു. ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് കാണുന്ന ഒരാളായിരിക്കാം, കുടുംബത്തിലെ തന്നെ ആരെങ്കിലും ആയിരിക്കാം. ചില ആൾക്കാർ അങ്ങനെയും രഹസ്യമായിട്ടൊക്കെ പ്രണയിക്കുന്നവരുണ്ടാവും. ചുറ്റുവട്ടത്തുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതും അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഒപ്പം പഠിക്കുന്ന ആളാണ്, സഹവാസമുള്ള ആൾ, എപ്പോഴും അവരുമായിട്ട് അകലാത്ത ഒരാളാണ് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി, പ്രണയിക്കുന്ന ആൾ. ഇനി വന്നിരിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരു തരത്തിലും മെരുക്കാൻ പറ്റില്ല. അതാണ് ലിയോ പറയുന്നത്. കാളക്കൂറ്റൻ വന്നു, ആരസ് വന്നു, ഇനി അടുത്തതാണെങ്കിൽ ലിയോ ആണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ നെഗറ്റീവ് മെസ്സേജ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലും നിങ്ങൾക്ക് അടക്കാൻ കഴിയാത്ത, സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. അയാൾ വേലിച്ചാടിക്കൊണ്ടിരിക്കും. അയാളുടെ മനസ്സിലെ മറ്റൊന്നാണ്. തേർഡ് പാർട്ടി ഉണ്ട്. അപ്പം നിങ്ങൾ 100ൽ 150% സ്നേഹം കൊടുത്തിട്ടും കാര്യമില്ല, അയാൾ വേലിച്ചാടിപ്പോയിക്കോളും. മനസ്സിലായില്ലേ? അതുപോലെ ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. മെരിക്കാൻ കഴിയില്ല പ്രണയത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുതിയിൽ അയാൾ നിൽക്കില്ല എന്നാണ് ലിയോ പറയുന്ന സന്ദേശം. അതാണ്. ഇനി അതിൻ്റെയൊക്കെ ഏട്ടനായിട്ടാണ് 8 വാണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കാർഡുകളെല്ലാം കൂടി കണ്ടപ്പോഴാണ് ഇന്നത്തെ റീഡിങ് നെഗറ്റീവാണെന്ന് എനിക്ക് മനസ്സിലായത്. 8 വാണ്ട് പറയുന്നു, നിങ്ങളോട് ആ പഴയ താല്പര്യം ഉണ്ടല്ലോ, നിങ്ങളെ വളയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ അഭിനിവേശം ഉണ്ടല്ലോ, അതങ്ങ് മങ്ങിപ്പോയി എന്നറിയുന്നത്. ഇപ്പം വേണോ വേണ്ടേ, ഇങ്ങനെ നിങ്ങളെ വേണ്ടാത്ത രീതിയിൽ അവഗണിച്ച് അവോയ്ഡ് ചെയ്ത് പെരുമാറുന്ന ഒരാളെയാണ് 8 വാണ്ടും കാണിക്കുന്നത്. ആദ്യത്തെ പ്രണയം നഷ്ടമാവുക, താല്പര്യമില്ലായ്മ വരിക, നിങ്ങളിൽ നിന്ന് മാറിപ്പോവുക, ഓടി ഒളിക്കുക, റിട്രീറ്റ് എന്ന കാർഡൊക്കെ വരാറില്ലേ, പലായനം ചെയ്യുക, അതൊക്കെയാണ് 8 വാണ്ട് പറയുന്നത്. എന്നാൽ നിങ്ങളോട് ഉണ്ടായിരുന്നത് അഭിനിവേശമാണ്, അല്ലെങ്കിൽ മറ്റൊരാളോട് ഇപ്പോൾ അയാൾക്കുള്ളത് സെക്ഷൽ ആയിട്ടുള്ള താല്പര്യമാണ്. 8 വാണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സെക്ഷൽ താല്പര്യത്തിനെ കുറിച്ചാണ്. ലിയോ പറയുന്നതും അത് തന്നെയാണ്.
എംപ്രസ് പറയുന്നതും അത് തന്നെയാണ്. 5 പെൻറ്റക്കിൾ പറയുന്നതും അത് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുക, നിങ്ങളെ കാത്തിരിക്കുന്ന പവിത്രമായ പങ്കാളിയാണ് അപ്പുറത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മെസ്സേജാണെന്ന് വന്നിരിക്കുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞു. 100-ൽ 99% പേരും അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. റീഡിങ്ങിന് വരുന്നവരെല്ലാം ഇത് തന്നെയാണ് അനുഭവിക്കുന്നത്. ആദ്യം എന്തെങ്കിലുമൊക്കെ ട്രോമയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ അങ്ങ് വശീകരിക്കും. എന്നിട്ട് അവരുടെ ഫിസിക്കലായിട്ടുള്ള ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു താല്പര്യം ഉണ്ടാവുകയാണ്. ഇതോടുകൂടി ഇവരെ മാനസികമായിട്ട് തളരുകയാണ്. ഒരു ട്രോമ കഴിഞ്ഞവരായിരിക്കും, രണ്ടാമതൊരു പ്രതീക്ഷയിലായിരിക്കും മറ്റൊരാളിൽ അഭയം തേടുക. എന്നാൽ ഇവരിവരുടെ കാര്യം കഴിഞ്ഞാൽ ആ വഴിക്കില്ല, പോയടത്തു കൂടെ പുല്ലും കൂടി മുളക്കില്ല എന്നറിയില്ലേ, ആ ഓട്ടാണ് ഓടിയിട്ടുണ്ടാവുക. ഇത് ഈ പാവങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നാൽ ഞാൻ അതേപോലെ പറഞ്ഞു കൊടുക്കും. കാരണം എന്തിനാണ് നമ്മൾ അവരെ വെറുതെ ആശിപ്പിച്ച് വീണ്ടും ഇങ്ങനെ കാത്തിരിപ്പിച്ച്, എന്തിന്? അവർ പോയി, അതാണ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നതെങ്കിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അവർക്ക് മറ്റൊരു താല്പര്യമാണ്, നിങ്ങളോട് ഇപ്പോൾ താല്പര്യമില്ല, നിങ്ങളുടെ ബന്ധം എൻഡായി, അതാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അത് അതേപടി പറയും. കാരണം ഇവരത് മനസ്സിലാക്കിയിട്ട് മനസ്സിന് ധൈര്യം വരണം. ആദ്യം ആ കേട്ട ഷോക്കേ ഉണ്ടാവും, പതിയെ അവരത് ഉൾക്കൊള്ളാൻ തുടങ്ങും. പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കും. പിന്നെ അവർ സാധാരണ നിലയിലാവും. പിന്നെ ഈ വ്യക്തിയോട് അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നോ അതിൻ്റെ വിപരീതമായ ചിന്തകൾ വരാൻ തുടങ്ങും. അതോടുകൂടി ഇയാളിൽ നിന്ന് എത്രയും ഓടി ഒളിക്കാമോ അത്രയും ഓടി ഒളിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ട കാര്യം സത്യമായിട്ട് തന്നെ പറയണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നല്ലത്. അല്ലാതെ നമ്മൾക്കിവിടെ കാർഡ് കിട്ടിയതിന് വിപരീതമായി പറഞ്ഞു കൊടുത്താൽ ആ പാവങ്ങൾ പിന്നെയും കാത്തിരിക്കും, ഇയാൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഒരാളെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കാറ്. ഒറ്റ ഷോക്ക്, അതോടുകൂടി അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അതോടുകൂടി അവർ വേദനയും തീർന്നു. അവർക്ക് ആ വ്യക്തിയോട് പിന്നീടുള്ളത് വെറുപ്പാണ് ഉണ്ടാകുന്നത്. അതോടുകൂടി അവർ ഓക്കെ ആയി. ഇതാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. അപ്പോൾ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയൂട്ടോ, വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ ഭാഗത്താണോ തെറ്റ്, അവരുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളത് നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കുക. നിങ്ങൾ അമിതമായി കൺട്രോൾ ചെയ്യാൻ പോയിട്ടാണ് അവരകന്ന് പോയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. ഇനി അവർക്ക് നിങ്ങളോട് താല്പര്യമില്ലാതെ വീണ്ടും നിങ്ങളിങ്ങനെ അവരെ ആശ്രയിക്കുകയാണെങ്കിൽ അതൊന്ന് മാറിപ്പോവാനാണ് പറയുന്നത്. അവർ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് നമുക്കൊരു ധൈര്യമൊക്കെ വേണ്ടേ. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. കണ്ടോ, സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്. കാർഡുകൾ സത്യം മാത്രമേ പറയൂ. അർജുനന് സുഭദ്രയും വന്നിട്ടുണ്ട്. എതിർക്കുന്ന വീട്ടുകാരാണ്. കണ്ണനും രാധയും വന്നിട്ടുണ്ട്. അതൊക്കെ സത്യമുള്ള പ്രണയങ്ങളാണ്. അപ്പം ഇതിലേതാണോ നിങ്ങളുടെ വിഭാഗം? എതിർത്ത വീട്ടുകാരുമായിട്ട് മല്ലിക്കെട്ടിയിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ട ഇടയാണോ, അതോ സ്നേഹിച്ചിട്ടും ഒന്നാവാൻ കഴിയാത്ത കണ്ണനും രാധയാണോ? സത്യസന്ധമായ പ്രണയം ഉണ്ടായിട്ടും സീതയും രാമനെ പോലെ പിരിഞ്ഞവരാണോ? ഇതൊക്കെയാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ ഈ മെസ്സേജുകൾ എടുക്കുക. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇത് നോക്കാം. ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, കുടൽ രോഗങ്ങൾ, ദഹനക്കേട് വന്നിട്ടുണ്ട്, വൊമിറ്റിങ്, വയറുവേദന, മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്, ആരോഗ്യരംഗം. 7 വാണ്ട് പോലീസ് ആണ് പറയുന്നത്. നീതി നിയമം വന്നിട്ടുണ്ട്, ലിബ്ര പറയുന്നുണ്ട്, ബാങ്ക് പറയുന്നുണ്ട്, ഗോൾഡ് സ്മിത്ത് വന്നിട്ടുണ്ട്, ജ്വല്ലറി വ്യാപാരങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്, എഴുത്തുകാരാണ് എന്ന് പറയുന്നുണ്ട്, കലാരംഗം വന്നിട്ടുണ്ട്, IT മേഖല വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. ഇനി പൊതുവായ കാര്യങ്ങൾ പറയുന്നത്, മറ്റൊരാൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയുമെന്നാണ്. ഞാൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ് കേൾക്കാനിരുന്ന റീഡിങ് വിഷമത്തിലേക്ക് മാറിയില്ലേ. ഇനി നിങ്ങൾക്ക് കുറച്ച് കാശ് കയ്യിൽ വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് കടം വാങ്ങിയവർ തരില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വെല്ലുവിളികളാണ് ജോലിയിൽ പറയുന്നത്. അനാഥത്വം, കോടതി മുഖാന്തരം വേർപിരിയുക, ഇതൊക്കെ പറയുന്നുണ്ട്. ദമ്പതികൾ. ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. റിലീസ് യുവർ എക്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതും അത് തന്നെയല്ലേ. നിങ്ങളിങ്ങനെ എനർജി വേസ്റ്റ് ആക്കാതിരിക്കുക. പ്ലേഫുൾനെസ്സാണ് അയാൾക്കുള്ളത്. മനസ്സിലായില്ലേ? വെറും തമാശ അല്ലെങ്കിൽ കാമം, എൻഗേജ്മെൻറ്റ്. ഇനി ചില ആളുകളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അയാളെ വിശ്വസിക്കാമെന്ന്. ചില ആളുകളോട് പറയുന്നു നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന്. കൂടി എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിറ്റാച്ച്മെൻറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെപ്പറേഷൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അകന്നു പോയി.
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അർഹതയുള്ള പ്രണയമാണെങ്കിൽ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കാര്യം മാത്രം അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കും കേട്ടോ.